നേരത്തെ വിളിച്ചു പറഞ്ഞു. അതെ അതെ, എന്നാ ആളാ പിന്നെ ബസ്സിൻ്റെ അത്. തോപ്പുംപടിയാണ്. തോപ്പുംപടി. നമ്മൾ വീണ്ടും BOT പാലം കയറാൻ പോവാണ്. അങ്ങനെ പുതിയൊരു വേർഡ് പഠിച്ചു, ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. ഹാർബർ പാലം കയറണ്ടല്ലോ. വേണ്ട, ഇനിയും നമുക്ക് എറണാകുളം മനസ്സിലായല്ലോ. നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊന്നും അല്ലെന്നല്ലേ. നമ്മൾ BOT കണ്ടില്ല എന്ന് പറഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഞാൻ പുതിയ BOT എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിട്ടുള്ളത് BOT. ഇതിൽ പോകുന്നവര് കാണാറില്ല. അത് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് BOT. അതാണ് അങ്ങനെ കൂട്ടി അങ്ങ് വായിച്ചു. BOT. ഞങ്ങളുടെ ഇടുക്കിയിലെ പള്ളിയിലെ അച്ഛനാ ഇത് വെച്ചിരിക്കുന്നത്. അതിന്റെ പേര് പുല്ല് നമ്മളെ ബൈക്കിൽ പോയ പുള്ളിയുടെ ചേട്ടനാ. പുള്ളി ഇച്ചിരി അർബനാ, ഇച്ചിരി സിറ്റി ലൈഫാ. അതാ വണ്ടിയുടെ കൊടുത്തു. അതുവഴി വണ്ടി പോകുന്നു. നമ്മൾ ആ പാലത്തിൽ കൂടെ പോയത് മുമ്പേ അല്ലേ? മുമ്പേ അല്ല, നമ്മൾ ഇതുവഴി തന്നെ പോയത്. അതായത് അതുവഴി പോകണം ഞാൻ ചോദിച്ചത്. സാറ് പിടിക്കുന്ന അതില്ല. അല്ല, അതെ, ഞാൻ സൂം ചെയ്തില്ല എന്നുള്ളത്. ഞാൻ ഇച്ചിരി പുറകോട്ടാ പിടിച്ചത്. അതെ, ഞാൻ ജാഥ പോകുന്നല്ല, പണി കഴിഞ്ഞ് ആൾക്കാർ പോകുന്നു. ആണോ? ഓക്കെ. ആൾക്കാർ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഞാനോർത്ത് ജാഥയാണ്. ഞാനേ അത് വെട്ടത്തിന്റെ ഒരു ഇതിന് അതായത് മാള് പണിയുന്നത് ഓപ്പണിങ്. അത് മാളാ, അത് ഹൈലൈറ്റ് മാളാ. അത് തിയേറ്ററും ഷോപ്പിങ്ങും ചെറിയ ചെറിയ സിഗ്നൽ കഴിഞ്ഞ് വന്ന ആൾക്കാരായിരുന്നു കേട്ടോ. സിഗ്നൽ കയറി വന്ന ആൾക്കാരായിരുന്നു. അത് അത്രയും ലൈനായിട്ട് വന്ന ഫിറ്റ്നസ്. എവിടെ മോള് പണിയുന്നത്? തിയേറ്ററുകളും അങ്ങനെ ബന്ധപ്പെട്ട് തന്നെ കോഫി ഹൗസുകളൊക്കെ ഉള്ളൂ. അല്ലാതെ ഇതോ ഈ റോഡ് സൈഡിലോ ഈ ആറ്റിന്റെ അപ്പുറത്ത് വലുത് 4 5 കണ്ടെന്ന്. അന്ന മോൾ, ചിന്നമ്മ മോൾ. നോ ഫ്ലിപ്പിംഗ് കാർഡ്സ്, പ്ലേ കാർഡ്സ്. ഈ അമേരിക്കൻ സ്റ്റൈലാണല്ലോ ഈ ഫിറ്റ്നസ് സെന്റർ ഒക്കെ. ഇതൊരു അതിനകത്തുള്ള സംവിധാനങ്ങളെല്ലാം അങ്ങനെയാണ്. സ്റ്റാർബക്ക് അങ്ങനെയുള്ള വലിയ വലിയ സംവിധാനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. മേളിലത് റെസ്റ്റോറൻറ്റ് വല്ലതാണോ? അല്ല, ഒറ്റ ഹാളല്ലേ. സ്റ്റുഡിയോയുടെ ഒക്കെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ സാറേ സെയിൽസ്മാൻമാർ എടുത്തു തരുമല്ല, എല്ലാം ഹാങ് ചെയ്തിട്ടിരിക്കുവാണ്. മറ്റേ സൂപ്പർ മാർക്കറ്റ് പോലെ ഓരോ സെക്ഷന് ഓരോ വിലയുടെ ഓരോ അളവിൻ്റെ ഒക്കെ നമ്മൾ പോയി നോക്കിയെടുക്കുക. ഇത് അതിൽ പോയി ആ പാലം കയറാനുള്ളത്. നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം മറ്റേ കപ്പലൊക്കെ ഓടുന്നതില്ലേ, അങ്ങോട്ടൊക്കെ ഹാർബറില്ലേ, ഹാർബറിലേക്ക് പോകാം. ഇങ്ങനെ സ്റ്റുഡിയോ കിടക്കുന്നത്. ഓക്കെ, ഇത് സ്റ്റുഡിയോ അല്ല. ഈ സത്യം പറഞ്ഞാൽ അതക്കൂട്ടൊന്നും മേടിച്ചിട്ട് സാറേ ആ മുറ്റത്തിലൊക്കെ നല്ല കാറ്റും കിട്ടും, നല്ല സുഖമായിരിക്കും. കൊതുകടിക്കില്ല. പക്ഷെ ഇവിടെയുള്ള കൊതുകുണ്ടല്ലോ ചേച്ചി, കുഞ്ഞു കൊതുക് ചേച്ചി കാണത്തില്ല നമുക്ക്. ചിലപ്പോൾ ഇതിനകത്തൊക്കെ വന്നിരുന്നിട്ട് പയ്യ ഊർന്ന് കയറും അകത്തോട്ട്. അതെ, നമ്മള് വല്ലപ്പോഴും വരുമ്പോൾ കുഴപ്പമില്ലേ. കണ്ടിന്യൂസ് അത് കേൾക്കുമ്പോൾ തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളതിന്റെ മണം അറിയുന്നില്ല. എന്നാലും കെമിക്കൽ ഉണ്ടായിട്ടാണല്ലോ അത് ഈ കൊതുക് അടുക്കാത്തത്. പഴയ കൊതുകുതിരി കാണാനില്ല. സാറ് ഓർക്കുന്നുണ്ടോ? റൗണ്ടിരിക്കുന്നത് മറ്റേ അരിപ്പൊടി മേടിക്കാൻ പോയല്ല, മുളക് പൊടി മേടിക്കാൻ പോയ അവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ആ കൊതുകുതിരിയോ? പോലീസുകാരനിട്ടിരിക്കുന്നവരുള്ള ആ ഒരു ഇതുണ്ടല്ലോ, സേഫ്റ്റി, അത് വിട്ടിട്ട് വേണം അടുത്ത് നിൽക്കാനേ. ഇത് ചുമ്മാ പോലീസുകാരൻ വെള്ളം ഉടുപ്പിട്ടിട്ട് നടക്ക് നിന്നാ ഞങ്ങളെപ്പോലുള്ളവർ ആദ്യം കാണുന്നവർ ഒരിക്കലും അതൊരു ട്രാഫിക് പോലീസാണെന്ന് മനസ്സിലാക്കുകയാണ്. അവനെ കൊണ്ടൊക്കെ പോകല്ലേ, കാരണം അവനെ തൂക്കും. ഈ ജോലി ചെയ്യുന്നവരെ അവരുടേതായ ഒരു രീതി ഇല്ലെങ്കിലുണ്ടല്ലോ, ആ ജോലിയോടുള്ള ഒരു ചെറിയ പ്രദേശത്തെ ലക്ഷക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പള്ളുരുത്തി, തോപ്പുംപടി, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി. ഈ ആൾക്കാർ മൊത്തം അവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇവരെല്ലാം